യുദ്ധം പരിഹാരമല്ലെന്നും ചർച്ചകളിലൂടെ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കാനാകൂവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുക്രൈൻ യുദ്ധം ഇരു രാജ്യങ്ങളും തുറന്ന മനസ്സോടെ സംസാരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിലായിരുന്നു മോദി ഇക്കാര്യം അറിയിച്ചത്. आज ग्लोबल साउथ की दुनिया में शांति की जो आकांक्षा है, अपेक्षा है, उसको भी मैंने भली भांति कल आपके सामने प्रस्तुत किया था. एक्सेलेंसी, युद्ध हो, संघर्ष हो, आतंकवादी हमले हो, मानवता में विश्वास करने वाला हर व्यक्ति जब जानहानि होती है तब बहुत पीड़ित होता है. लेकिन उसमें भी जब मासूम बच्चों की कत्ल होती है, मासूम बच्चों को मरते हुए देखते हैं, तब हृदय छलनी हो जाता है और वो दर्द बहुत भयानक होता है. और इस विषय में भी आपसे विस्तार से चर्चा हुई. एक्सेलेंसी, एक मित्र के नाते मैंने हमेशा कहा है कि हमारी भावी पीढ़ी के उज्जवल भविष्य के लिए शांति सर्वाधिक आवश्यक है. लेकिन मैं ये भी जानता हूं कि युद्ध के मैदान में समाधान संभव नहीं होते. बम, बंदूक और गोलियों के बीच समाधान और शांति वार्ताएं सफल नहीं होती हैं और हमने वार्ता के माध्यम से ही शांति के रास्ते अपनाने होंगे. റഷ്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതായി ബഹുമതി സ്വീകരിച്ച ശേഷം മോദി പറഞ്ഞു. നേരത്തെ നടന്ന ചർച്ചയിൽ റഷ്യൻ സേനയുടെ കൂടെയുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ ധാരണയായി. എന്നാൽ മോദി പുടിൻ കൂടിക്കാഴ്ചയെ വിമർശിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്തു വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലിനെ ആശ്ലേഷിച്ചത് നിരാശാജനകം എന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം.